മനുഷ്യ പരിണാമത്തിൻ്റെ ഓരോ ലെവലുകൾ പഠിക്കാം. ആഫ്രിക്കയിലും യൂറോപ്പിലും കാണപ്പെട്ട ഡ്രയോപിത്തക്കസ് ഏകദേശം 15 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് ജീവിച്ചിരുന്നത്. മരങ്ങളിൽ വസിച്ചിരുന്ന ഇവർ കുരങ്ങുകളുടെയും മനുഷ്യരുടെയും പൊതുവായ പൂർവികരെന്ന് കരുതപ്പെടുന്നു. പിൽക്കാലത്ത് ഇവരുടെ ഒരു വിഭാഗം കുരങ്ങുകളായും മറ്റൊന്ന് മനുഷ്യരായും പരിണമിച്ചു. ഏറ്റവും പഴക്കം ചെന്ന ഹോമിനിഡ്, അതായത് മനുഷ്യൻ്റെ ഫാമിലി, കണക്കാക്കപ്പെടുന്നത് ആർഡിപിത്തക്കസ് റാമിഡാണ്. മനുഷ്യരും ചിമ്പാൻസികളും തമ്മിലുള്ള വേർപിരിയലിന് തൊട്ട് പിന്നാലെയാണിത്. അതായത് ചിമ്പാൻസിയിലേക്കുള്ള വേർപിരിയൽ കഴിഞ്ഞ് മനുഷ്യൻ്റെ ബ്രാഞ്ചിൽ വന്ന ഫസ്റ്റ് സ്പീഷീസ്, അല്ലെങ്കിൽ ആദ്യ ഭാഗത്തുള്ള സ്പീഷീസ്. ഇവർക്ക് ചിലപ്പോൾ നിവർന്ന് നടക്കാനും കഴിഞ്ഞിരിക്കാം. അടുത്ത നോട്ടബിളായിട്ടുള്ള ലെവൽ ആസ്ട്രലോപിത്തക്കസ് ആഫ്രിക്കാനസ് ആണ്. ഏകദേശം 50 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇവർക്ക് മനുഷ്യരുടേതിന് സമാനമായ പല്ലുകളും നിവർന്ന നടത്തവും ഉണ്ടായിരുന്നുവെന്ന് കരുതപ്പെടുന്നത്. കേവ്സിൽ വസിച്ചിരുന്ന ഇവർ കല്ലുകൾ ആയുധമാക്കി പഴങ്ങൾ പോലുള്ള വെജിറ്റബിൾസ് ആണ് കൂടുതലും ആഹാരമാക്കിയതെന്ന് കരുതപ്പെടുന്നു. നമ്മുടെ ഹോമോ ജീനസിലെ ആദ്യ അംഗമാണ് ഹോമോ ഹാബിലസ്. ഏകദേശം 25 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇവർ കല്ലുകൾ കൊണ്ട് ആയുധങ്ങൾ നിർമ്മിക്കാൻ മിടുക്കരായിരുന്നു. വികസിതമായ തലച്ചോറും സംസാരിക്കാനുള്ള പ്രാഥമിക ശേഷിയും ഇവർക്കുണ്ടായിരുന്നു. ഏകദേശം 15 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഹോമോ ഇറക്ടൂസുകളാണ് ആദ്യമായി തീ ഉപയോഗിക്കാൻ പഠിച്ചത്. നിവർന്ന് നടന്നിരുന്ന ഇവർ വേട്ടയാടലിനായി മൂർച്ചയേറിയ കല്ലായുധങ്ങൾ നിർമ്മിച്ചു. ജാവ മനുഷ്യൻ, പീക്കിംഗ് മനുഷ്യൻ എന്നിവർ ഈ വിഭാഗത്തിൽപ്പെടുന്നവരാണ്. ഇറച്ചി ആഹാരമാക്കിയിരുന്ന ഇവർ തലച്ചോറിൻ്റെ വലിപ്പം ഹോമോ ഹാബിലസിനേക്കാൾ കൂടുതലായിരുന്നു. ഈ ഷോർട്ട് വീഡിയോയുടെ ഫുൾ വീഡിയോ കാണണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.